നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ ഒരു ഉത്തരേന്ത്യൻ MP, അതും BJPയുടെ MP, മലയാളിയായ നമ്മുടെ രാജ്യസഭ MP ജോൺ ബ്രിട്ടാസിനെ ലുങ്കിവാല എന്ന് വിളിച്ച് പരിഹസിച്ചത് നമ്മളെല്ലാവരും അറിഞ്ഞു, കേട്ടു. അതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ നിന്ന് ഉയരുകയും ചെയ്തു. നല്ല കാര്യം. ഇപ്പോഴിതാ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ ഒരു കോൺഗ്രസ് MLA ലുങ്കി ഉടുത്ത് സ്വാതന്ത്ര്യ സമര ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത് വസ്ത്രസ്വാതന്ത്ര്യത്തിൻ്റെ മാഹാത്മ്യം വിളിച്ചോതിക്കൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിച്ചിരിക്കുകയാണ്. ഈ BJP MPയുടെ വാക്കുകൾ തീർച്ചയായിട്ടും അതിന് ചുട്ട മറുപടി കൊടുക്കേണ്ടതാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ആലത്തൂരെന്നുള്ള MLA കോൺഗ്രസ് നേതാവ് കൂടിയായ VT ബൽറാമാണ്. തീർച്ചയായിട്ടും VT ബൽറാം MLAയുടെ നടപടിയെ നമുക്ക് അഭിനന്ദിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. VT ബൽറാം MLA ഒരല്പം ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അങ്ങ് ഈ ലുങ്കിവാല എന്ന ആ പരാമർശത്തിനെതിരെ അല്ലെങ്കിൽ ആ പരിഹാസത്തിനെതിരെ അങ്ങ് ഇത്രയും ശക്തമായി പ്രതിഷേധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ഒരു കാലത്ത് നിങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ, നിങ്ങളുടെ നേതാക്കൾ, അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ ഒക്കെ ചായ് വാല എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നത്, പരിഹസിച്ചിരുന്നത് ഒന്ന് ഓർക്കണം. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ മണിശങ്കർ അയ്യർ 2014 മുമ്പ് നരേന്ദ്രമോദി BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മണിശങ്കർ അയ്യർ AICC ആസ്ഥാനത്ത് നടന്ന ഒരു യോഗത്തിനിടെ മാധ്യമങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകിയപ്പോൾ പറഞ്ഞത്, മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും ആകാൻ പോകുന്നില്ല, വേണമെങ്കിൽ മോദിക്ക് ഞങ്ങൾ ഇവിടെ AICC യോഗം നടക്കുമ്പോൾ ചായ വിതരണം ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ നൽകാം, സൗജന്യം ഞങ്ങൾ നൽകാം, മോദി ഇവിടെ വന്ന് ചായ വിതരണം ചെയ്തോട്ടെ എന്നാണ് അന്ന് പറഞ്ഞത്. ഈ പരിഹാസം നിങ്ങളടക്കമുള്ള എല്ലാ നേതാക്കളും ഏറ്റുപാടി. അതുമാത്രമല്ല, ഇവിടുത്തെ ഇടതുപക്ഷക്കാരും ഈ മണിശങ്കർ അയ്യരുടെ ഈ പരിഹാസത്തിന് വലിയ പ്രചാരണം കൊടുത്തു. നരേന്ദ്രമോദി ആകട്ടെ ഇതിന് മറുപടി കൊടുത്തത് നാവുകൊണ്ടല്ല, മറിച്ച് രാജ്യമെങ്ങും BJPയുടെ നേതൃത്വത്തിൽ ചായ് പേ ചർച്ച എന്ന് പറഞ്ഞ് പഴയ നമ്മുടെ ചായക്കട ചർച്ചയുണ്ടല്ലോ, ചായക്കടയിൽ രാഷ്ട്രീയം പറയുന്ന ഒരു പതിവ് കേരളത്തിൽ പണ്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻ പുറത്തെ അല്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളിലെ ചായക്കടകളിൽ ചായ കുടിക്കാൻ ഒത്തുകൂടുന്നവർ സംസാരിക്കുന്ന ഒരു പൊതുവായ വിഷയം രാഷ്ട്രീയമായിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഒരു പതിവ് നരേന്ദ്രമോദി ഈ രാജ്യത്തെമ്പാടുമായിട്ട് തുടങ്ങിവെച്ചു, അല്ലെങ്കിൽ അതിന് ഒന്ന് ഊർജം പകർന്നു. അതുണ്ടാക്കിയ അനുരണനങ്ങൾ എന്താണ്, അതിൻ്റെ പ്രതിഫലനം എന്താണ് എന്ന് അങ്ങേക്ക് നന്നായിട്ട് അറിയാം. 283 സീറ്റുകളാണ് BJP 2014 തെരഞ്ഞെടുപ്പിൽ നേടിയത്. കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ ഒരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കിയെടുക്കാൻ പോലും കഴിയാതെ, അതിനുള്ള സീറ്റുകൾ പോലും ലഭിക്കാതെ നാണം കെട്ട് പാർലമെൻറ്റിൽ വന്നിരുന്ന ചരിത്രം അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. കേവലം 12 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇന്ന് അങ്ങേക്ക് ലുങ്കിവാല എന്ന് വിളിച്ചപ്പോൾ പൊള്ളിയെങ്കിൽ എന്തുകൊണ്ട് അന്ന് അങ്ങേക്ക് ചായ് വാല എന്ന് തൻ്റെ രാഷ്ട്രീയ എതിരാളിയെ അങ്ങയുടെ തന്നെ ഒരു നേതാവ് ഇത്തരത്തിൽ ആക്ഷേപിച്ചപ്പോൾ അങ്ങേക്ക് എന്തുകൊണ്ട് അതിൽ ഒരു ധാർമ്മിക രോഷവും തോന്നിയില്ല? അപ്പോൾ ഇതൊക്കെ വെറും രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങളാണ്. ഈ ലുങ്കിവാല എന്ന ഒരു പരാമർശം അതിനെ ഒരു പരിഹാസമായി തീർച്ചയായിട്ടും ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഞാനും അതിനോട് യോജിക്കുന്നില്ല. BJPയുടെ MP ആയാലും ശരി, ആരുടെ MP ഏത് പാർട്ടിയുടെ MP ആയാലും ശരി, രാഷ്ട്രീയ എതിരാളികളോട് തികഞ്ഞ ബഹുമാനം കാണിക്കണം. നമുക്കവരെ വിമർശിക്കാം, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാം, അതിനൊന്നും ആരും എതിരല്ല. പക്ഷേ പരിഹസിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മലർന്നു കിടന്ന് തുപ്പരുത് എന്നുള്ളതാണ്.
നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നും കൂടിയുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം, അത് ഉൾക്കൊള്ളണം. തീർച്ചയായിട്ടും ലുങ്കിവാല എന്ന പരിഹാസത്തിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ചായ്വാല എന്ന പരിഹാസത്തിനെതിരെയും നമ്മൾ പ്രതിഷേധിക്കേണ്ടവരാണ് എന്നൊന്ന് ഓർക്കണം. ഇപ്പോഴിതാ നമ്മുടെ പ്രധാനമന്ത്രിയെ അങ്ങയുടെ പരമോന്നത നേതാവ് രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞാണ് ആക്ഷേപിക്കുന്നത്. പ്രധാനമന്ത്രി വിദേശത്ത് പോയി ആൾക്കാരെ, വിദേശ രാഷ്ട്ര തലവന്മാരെ കെട്ടിപ്പിടിക്കുന്നു, അതല്ലാതെ ഈ രാജ്യത്തൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ മ്ലേച്ഛമായ ഭാഷയിൽ തൻ്റെ അമ്മയുടെ മാതൃരാജ്യമായ ഇറ്റലിയുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പോലും മോശമായി പരാമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? ഇതേക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇതിൽ അങ്ങേക്ക് പ്രതിഷേധമൊന്നുമില്ലേ? അതോ അങ്ങയുടെ നേതാവായതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ 146 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയെ എന്തും പറയാമെന്നാണോ? കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, അമ്മുമ്മ പ്രധാനമന്ത്രിയായിരുന്നു, മുതുമുത്തച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു. അതുകൊണ്ട് ഈ പ്രധാനമന്ത്രി സ്ഥാനം ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എഴുതി തന്നതാണ്, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കൂടി ഞാൻ ഇങ്ങനെയൊക്കെ പറയും എന്ന ധാർഷ്ട്യമാണോ ഇതിൽ നിന്ന് നമ്മൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? മെലോണി എന്ന് പറയുന്ന ഇറ്റാലിയുടെ വനിതാ പ്രധാനമന്ത്രിയെ ചേർത്തുകൊണ്ട്, ആ പേര് ചേർത്തുകൊണ്ട് എന്തൊക്കെ മ്ലേച്ഛമായ ആക്ഷേപങ്ങളാണ് കോൺഗ്രസ്സുകാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉന്നയിച്ചത്. ജപ്പാൻ്റെ പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്നു. അവരെ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട അനുജത്തി എന്നാണ്. അതുപോലെ UAEയുടെ ഭരണാധികാരി ഇന്ത്യയിലെത്തി. അന്ന് നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തെ സ്വീകരിച്ചത് വിമാനത്താവളത്തിൽ ചെന്ന് സ്വീകരിച്ചു. സാധാരണ അങ്ങനെ ഒരു പ്രധാനമന്ത്രിമാരും ചെയ്യാറില്ല. പക്ഷേ നരേന്ദ്രമോദി വ്യത്യസ്തനാകുന്നത് അവിടെയാണ്. കാരണം ഭാരതത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഭാരതത്തിന് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന, പ്രയോജനമുണ്ടാക്കുന്ന ഏത് രാഷ്ട്രത്തലവന്മാരെയും അങ്ങേയറ്റത്തെ ബഹുമാനവും ആദരവും നൽകി സ്വീകരിക്കാൻ നരേന്ദ്രമോദി തയ്യാറാകുന്നു. ആ നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ ചെന്ന് UAEയുടെ ഭരണാധികാരിയെ സ്വീകരിച്ചപ്പോൾ പറഞ്ഞത്, ഇതാ എൻ്റെ സഹോദരൻ വന്നിരിക്കുന്നു എന്നാണ്. അങ്ങേക്ക് അറിവുള്ളതാണ്, നമ്മുടെ രാജ്യത്തെ പല പ്രധാനമന്ത്രിമാരും വിദേശത്ത് പോയി എങ്ങനെയൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് അങ്ങേക്ക് നല്ലവണ്ണം അറിയാം. പണ്ട് നമ്മുടെ ഒരു പ്രധാനമന്ത്രിയെ തോക്കിൻ്റെ പാത്തി കൊണ്ട് ഒരു സൈനികൻ അടിച്ചത് ഒക്കെ അങ്ങേക്ക് ഓർമ്മ കാണും. എന്തായാലും അത്രയൊന്നും ദോഷം, അത്രയൊന്നും തിരിച്ചടികൾ ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടുന്നില്ല എന്നുള്ളതുകൂടി അങ്ങ് ഓർക്കണം. ഈ ലുങ്കി ഉടുത്ത് പ്രതിഷേധിക്കുന്ന അങ്ങ് ചായ്വാല എന്ന് പറഞ്ഞ് അങ്ങയുടെ നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ, അതും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച ഒരാളിനെ, ആ പാർട്ടി നിയോഗിച്ച ഒരാളിനെ ആക്ഷേപിച്ചപ്പോൾ അങ്ങയുടെ ധാർമ്മിക രോഷം ഉണർന്നില്ല. പകരം അങ്ങും കൈകൊട്ടി ചിരിച്ചു. ഞാൻ അങ്ങയെ പേരെടുത്ത് പറയുന്നതല്ല, അങ്ങയെപ്പോലെയുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും ഇത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് കോൺഗ്രസ് ഈ രാജ്യത്ത് ഉപ്പുവച്ച കലം പോലെ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം ഇതാണ്. രാഷ്ട്രീയ എതിരാളികളോട് അല്പമെങ്കിലും ബഹുമാന്യത കാണിക്കണം, ആദരവ് കാണിക്കണം. ഇന്നിപ്പോൾ അങ്ങേക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ, സോഷ്യൽ മീഡിയയിൽ വലിയ തിരിച്ചടിയാണ്, വലിയ പ്രതിഷേധമാണ് അങ്ങയുടെ പരമോന്നത നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയരുന്നത്. ഇന്ത്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും സോഷ്യൽ മീഡിയയിൽ, അത് ഫേസ്ബുക്ക് ആകട്ടെ, ഇൻസ്റ്റാഗ്രാം ആകട്ടെ, ത്രെഡ് ആകട്ടെ, എക്സ് ആകട്ടെ, എല്ലാറ്റിലും അതിരൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിൽ അങ്ങേക്ക് ആശ്വസിക്കാം, അങ്ങയോടൊപ്പം ഇവിടുത്തെ ഇടതുപക്ഷം കൂടി അത് ഏറ്റുവാങ്ങാൻ തയ്യാറായി നിൽപ്പുണ്ട്. അവർക്കും ഇതിൽ അസ്വാരസ്യമൊന്നും തോന്നിയില്ല. നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പ്രതിപക്ഷ നേതാവിന് ഭാരിച്ച ഉത്തരവാദിത്വങ്ങളുണ്ട്. 146 കോടി ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ മ്ലേച്ഛമായ അശ്ലീലം കലർന്ന ഭാഷ ഉപയോഗിച്ച് ആക്ഷേപിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ
അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ അതിൽ കൈയടിച്ച കൂട്ടരാണ് ഇവിടുത്തെ ഇടതുപക്ഷവും. എന്നാൽ ഇത് ധാർമ്മികമായി ശരിയല്ല, ഇത് തെറ്റാണ്. അദ്ദേഹത്തിനോട് രാഷ്ട്രീയമായ വിയോജിപ്പ് നമുക്ക് പ്രകടിപ്പിക്കാം, അദ്ദേഹത്തെ വിമർശിക്കാം, അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാം, രാഷ്ട്രീയമായി എതിർക്കാം. അതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള മ്ലേച്ഛമായ പരിഹാസം നടത്തരുത് എന്ന് പറയാനുള്ള വിവേകം ഇടതുപക്ഷത്തിനും ഉണ്ടായില്ല. അങ്ങേക്ക് പറ്റിയ കൂട്ടുകെട്ടാണ് അത്. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഈ പ്രതിഷേധം കണ്ടിട്ടെങ്കിലും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകട്ടെ. നിരന്തരം സവർക്കറെ പോലെയുള്ള ധീരദേശാഭിമാനികളെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ല. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആയാലെന്ത്, ആരായാലെന്ത്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ആ ആളിനെ എന്തും പറഞ്ഞ് പരിഹസിക്കും. ഒരിക്കൽ കൂടി ലുങ്കിവാല എന്ന പരിഹാസത്തിനോട് അങ്ങേയറ്റം വിയോജിച്ചുകൊണ്ട് തന്നെ, അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഈ ചായ്വാല എന്ന ആ പഴയ പരാമർശത്തിനും പരിഹാസത്തിനും അങ്ങയെപ്പോലെയുള്ള പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല. അത് വച്ചു പുലർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ. നന്ദി, നല്ല നമസ്കാരം.